ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പോപ്കോൺ ഒക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ പോപ്കോൺ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ കട്ടിയുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുക്കറാണ് എടുത്തിട്ടുള്ളത്, സോസ് പാൻ ആണെങ്കിലും എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കുക, വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ എടുത്ത് ഇതിൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 ടീസ്പൂണ് ചോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഷെയ്ക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഓയിലും ഉപ്പൊക്കെ എല്ലാ ചോളത്തിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതാ നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് അതിന് വെയിറ്റ് ഊരിയിട്ട് വേണം കേട്ടോ നമ്മളിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാൻ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് പൊട്ടിത്തെറികളൊക്കെ കേൾക്കും കേട്ടോ. ആ ഒരു സമയം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൗണ്ടൊക്കെ തീർന്നെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇതാ നമ്മൾ ഇട്ട് കൊടുത്ത ചോളമൊക്കെ ഇപ്പോൾ പോപ്കോൺ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ നമുക്ക് എന്ത് ഫ്ലേവർ വേണമെങ്കിലും ആ ഓയിലിൻ്റെ കൂടെ ചേർത്താൽ നമുക്ക് ആ ഫ്ലേവറിലുള്ള പോപ്കോൺ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പോപ്കോണൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ പോപ്കോണൊക്കെ ഇനി പുറത്തുനിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.